മറ്റൊരു പ്രധാനപ്പെട്ട വില്ലനായി കടന്നു വരുന്ന ഇടവേള ബാബുവാണ്. ഇടവേള ബാബു അമ്മ എന്ന താരസംഘടനയുടെ ജനറൽ സെക്രട്ടറിയായി വർഷങ്ങളോളം ഇരുന്നൊരു വ്യക്തി, അമ്മ അടക്കി ഭരിച്ച ഒരു വ്യക്തിത്വം. ഈ ഇടവേള ബാബുവിനെ കുറിച്ച് അമ്മയിലെ അംഗങ്ങൾക്കൊക്കെ വലിയ മതിപ്പ് അഭിപ്രായമാണ് ഇടവേള ബാബുവിനെ കുറിച്ച് പറയാനുള്ളത്. ആ ഇടവേള ബാബുവിനെതിരെയാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഫേസ്ബുക്കിൽ മിനുവിൻ്റെ ഒരു പോസ്റ്റ് വരുന്നു. ഇന്ന് രാവിലെ അത് മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു. ആ ഇടവേള ബാബുവിൽ നിന്ന് എത്തരത്തിലുള്ള ഒരു മനോവിഷമുണ്ടാക്കുന്ന പ്രവൃത്തിയാണ് അനുഭവപ്പെടുന്നത്? ഇടവേള ബാബു പറയുന്നത് ഒന്നാമതായിട്ട് നമ്മളിത് സിനിമ ഫീൽഡ് ഇങ്ങനെയൊക്കെയാണ്. സിനിമ ഫീൽഡ് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്താൽ നമുക്ക് പല നേട്ടങ്ങളും ഉണ്ടാവും. പിന്നെ എൻ്റെ കൂടെ നിൽക്കണം, മിനു എൻ്റെ കൂടെ നിൽക്കുക, നമുക്ക് ഒരുമിച്ച് നിൽക്കാം. പിന്നെ ഞാനൊരു സിംഗിളാണ്, ഒരു ബാച്ചിലാണ്, എന്നെ ഒന്ന് ഗവനിക്കണം. അങ്ങനെ ഒരു റിക്വസ്റ്റും കൂടെ. ഇടവേള ബാബുവിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും സുഹൃത്തുക്കൾ ഇത്തരത്തിൽ മുൻ അനുഭവം ഉണ്ടായതായിട്ട് മിനുവിനോട് പറഞ്ഞിട്ടുണ്ട്? ഗായത്രി പറഞ്ഞിട്ടുണ്ട്. ഗായത്രി വർഷ. ഗായത്രി വർഷ. ഇയാള് വളരെ മോശക്കാരനാണ് മിനു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇയാളുടെ പല സ്റ്റോറിയും എനിക്കറിയാം. ഇത്രേ പറഞ്ഞിട്ട് പിന്നെ അധികം സംസാരിക്കും. ഞങ്ങൾ എന്നാലും ഡേത്ത് അടിയാന്ന ഷൂട്ടിംഗ് സെറ്റിലിരിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം സംസാരിക്കാൻ സമയം കിട്ടിയില്ല. ഇടവേള ബാബു ഫ്ലാറ്റിലേക്ക് വിളിക്കായിരുന്നു. കല്ലൂരുള്ള അയാളുടെ സ്വന്തം ഫ്ലാറ്റിലോട്ട് വിളിക്കുമായിരുന്നു. അവിടെ വെച്ച് കയറി പിടിക്കാൻ ശ്രമിച്ചു. അതെ അതെ. എൻ്റെ ഇവിടെ കയറി ഉമ്മ വെച്ച് എന്നെ കെട്ടിപ്പിടിച്ചോണ്ട് ഞാൻ ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അമ്മ മെമ്പർഷിപ്പ് അമ്മയിലേക്കുള്ള അംഗത്വത്തിന് വേണ്ടിയുള്ള ഫോം ഫില്ല് ചെയ്യുമ്പോൾ ഈ ദൂരം അതെ ദൂരനുഭവം ഉണ്ടായത്. പിന്നെ എനിക്ക് അമ്മയിൽ എനിക്ക് ഇവരാരും തരത്തില്ല, കാരണം ഇവർക്ക് ആർക്കും എന്നെ അറിയില്ല എന്ന് പറഞ്ഞു. ജയസൂര്യക്ക് എന്നെ അറിയില്ല, മണിയമ്പിള രാജുവിന് എന്നെ അറിയില്ല.